ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വാക്കിൽ മധുരം, ദർശനത്തിൽ കാരുണ്യം, കവിതയിൽ സുഗന്ധം, മലയാളത്തിൻ്റെ സുഹൃതം. 87-ാം വയസ്സിലും ചിന്തയിൽ തെളിച്ചം. മലയാള കവിതയിലെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. അറിഞ്ഞയിൽ ഇത്ര നാളും ഞാൻ ഈ ദിവ്യ പുളകോർഗമം, ആ മഹാനഷ്ടം ഓർത്തോർത്ത് കുലുങ്ങി കരയുന്നു ഞാൻ. കുഞ്ഞുനാളിലെ കവിതയുണ്ടായിരുന്നു മനസ്സിൽ, ആകാശത്തും ഭൂമിയിലും. കുട്ടിക്കാലത്ത് 1 വയസ്സ് മുതൽ 13 വയസ്സ് വരെ വയലപ്പുറത്തെ വട്ടംകുളത്തിൻ്റെ ഭാഗത്ത് ഷാരിക്കൽ എന്നൊക്കെ പറയാൻ അമ്പലമുണ്ട്. 12 കൊല്ലം തൊഴുതിരിക്കണു. ആദ്യം 1 വയസ്സിലൊക്കെ വേറെ ആളെ എടുത്തുകൊണ്ട് പോയി. പിന്നെ 3-4 ആകുമ്പോൾ നടന്ന് അങ്ങനെ പോകും. നേരം കഷ്ടി പ്രകാശം അവിടെ ഉണ്ടാവുള്ളൂ. അമ്മയുടെ ഒക്കത്തിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ കാണും. അതിപ്പോഴും മനസ്സിലുണ്ട്. അച്യുതം എന്നാൽ ച്യുതിയില്ലാത്തത്. മറക്കാത്ത ഓർമ്മകളാണ് അക്കിത്തത്തെ അച്യുതൻ നമ്പൂതിരിയുടേതും. ഹരിമംഗലം ക്ഷേത്രത്തിൻ്റെ പാടവരമ്പത്തൂടെ നടന്ന ബാല്യം, വിഷ്ണുതീർത്ഥത്തിലെ ഓളങ്ങൾ, ഉഴുതിട്ട പാടം, അമ്പലച്ചുവരിനെ നോക്കി ആദ്യ ശ്ലോകം. വൈകുന്നേരം നിങ്ങൾ വരുമ്പോൾ ഇവിടെ കണ്ട ഈ അമ്പലത്തിൽ പോയി കുളിക്കും. അവിടെ കുളിച്ചിട്ട് തൊഴാൻ പോകുമ്പോൾ അവിടെ ഈ കാക്കരി പൂക്കരി കരിക്കട്ട കൊണ്ട് ചുമരുമ്പിലൊക്കെ ചിത്രം എഴുതിയിരിക്കുന്നു ഒരു ദിവസം. അത് ആരാന്ന് വെച്ചാൽ, അപ്പോൾ പെട്ടെന്ന് അമ്പലങ്ങളിൽ ഈ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ വമ്പനാം ഈശ്വരൻ വന്നിട്ട് എമ്പാടും നാശമാക്കിയിടും എന്നാണ് ചൊല്ലി. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന സുഹൃത്തും അയാൾ അച്ചു പറഞ്ഞു, ഇത് ശ്ലോകമായിട്ടുണ്ടല്ലോ, അത് തീരെ ആലോചിക്കാണ്ട് ഞാൻ ചെയ്തു പോയ ഒരത്ഭുതമാണ്. അപ്പോഴാണ് ഈ ധാരണ, ഒരു പക്ഷേ എൻ്റെ ഭാവി കവിതകളിലൂടെ ആയിരിക്കാം എന്ന് അവിചാരിതമായിട്ട് മനസ്സിൽ കൂടെ ഒരു ഫ്ലാഷ് ഉണ്ടായി. തിരിഞ്ഞു നോക്കി പോകുന്നു ചവിട്ടിപ്പോന്ന ഭൂമിയെ, എനിക്കുമുണ്ടായിരുന്നു സുഖം മുറ്റിയ നാളുകൾ. വെള്ളക്കുറയെ കണ്ടിരുന്നു. അപ്പോൾ അന്ന് ആരാധന പറഞ്ഞു, സംസ്കൃതം പഠിക്കണം. അത് അല്ല, എനിക്ക് വലിയൊരു വെളിച്ചായിരുന്നു. ഇല്ലെങ്കിൽ മലയാളത്തിൽ കവിത ഒന്നും ആവാൻ പോകുന്നില്ല എന്നൊരു ഉപദേശം കിട്ടി. പുറത്ത് തുലാവർഷക്കാറ്റുപോലെ വീശിയടിച്ചു കാലം. ഇല്ലത്തിന് അകത്തും പുറത്തും കറുത്തു കുറിയൊരു മനുഷ്യൻ ആ കാറ്റു പടർത്തി. യോഗക്ഷേമ സഭയുടെ യോഗങ്ങളിൽ നിന്ന് അടുക്കളയിലേക്കും അരങ്ങിലേക്കും തീ പടർന്നു. വീട്ടി ഭട്ടതിരിപ്പാട് അക്കിത്തത്തിനും ഉണർവായി. വീട്ടിയുടെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനം ആണ് എന്നെ പൊതുജീവിതത്തിലേക്കും കവിതയിലൊക്കെ തന്നെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ കവിത എഴുതിയത് 7 വയസ്സിലാണ്. പൊന്നാനിക്കളരിയിൽ വിളക്ക് തെളിഞ്ഞു. ഇടശ്ശേരി, ഒളപ്പമണ്ണ, കുറ്റിപ്പുറം, ഉറൂബും കടവനാടും കൂട്ടുകാരായി. പൊന്നാനിക്കളരി വള്ളത്തോൾ സ്കൂള് മലയാള കവിത അതിന് മുമ്പുണ്ട്. നാരായണമേനോൻ വലിയ കവി, ഗോപാലമേനോൻ ചെറിയ അരിയൻ. എൻ്റെ കണക്കിൽ അദ്ദേഹമാണ് ഏറ്റവും നല്ല കവി. വളരെ എഴുതിയില്ല ഒരു പുസ്തകമല്ലോ. നാലപ്പാടനും അങ്ങനെ കുറേ ആളുണ്ടായിരുന്നു. ബാലമണി വിവേകാണല്ലോ
നാലപ്പാടിൻ്റെ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇടശ്ശേരി ഇവിടെ വരാനുണ്ടായിരുന്നു, PC കുട്ടീഷനുണ്ടായിരുന്നു, വഴിയേക്കൻ്റെ ഞാനും കടവനാട് കുട്ടീഷനും. പിന്നത്തെ തലമുറയിൽ 5-10 കൊല്ലം വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് ഈ പൊന്നാനി കളരി ചെയ്തുള്ള പേരിങ്ങനെ ഉണ്ടാക്കിയതല്ല. നിളാതീരത്ത് പഠിക്കാൻ MT വാസുദേവൻ നായരെത്തി. ഇടയ്ക്കിടെ മദ്രാസിൽ നിന്നെത്തി M ഗോവിന്ദൻ. കവിത ലോകം തൊട്ടു. M ഗോവിന്ദൻ മദ്രാസിലാണ്. 2-3 മാസം കൂടുമ്പോൾ നാട്ടിൽ വരും. നാട്ടിൽ വന്നാൽ ചിലപ്പോൾ ഇവിടെ വരും. ചിലപ്പോൾ പൊന്നാനി, ഞാൻ മിക്കവാറും ആഴ്ചയിലൊക്കെ ഇടശ്ശേരിയുടെ വീട്ടിൽ പോകും. അപ്പോൾ അയാൾ അവിടെ വരും. ഇയാളുടെ വീട്ടിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 3 സ്ഥലത്തു നിന്നും പിന്നെ ഓരോ ഫങ്ഷന് പോയിട്ട് ധാരാളം ബന്ധമുണ്ട്. അപ്പോൾ ഗോവിന്ദൻ്റെ നിന്നാണ് ഈ MN റോയി എന്ന് പറഞ്ഞ ആളെ പറ്റിയാണ് ഞാൻ ശരിക്കും കേൾക്കുന്നത്. അങ്ങനെ പറ്റിയിട്ടുള്ള പുസ്തകം, അങ്ങനെ ഓട്ടോബയോഗ്രഫി, ഇതൊക്കെ ഗോവിന്ദനെ കൊണ്ട് എനിക്ക് വായിക്കാൻ തോന്നും. അങ്ങനെ അപ്പോൾ ഈ ഹ്യൂമനിസം എന്ന ഒരാശയ സംഹിത, കമ്മ്യൂണിസത്തിൽ നിന്ന് മുന്നോട്ട് എന്നുള്ള ആശയമാണ് എൻ്റെ ഉള്ള ബിയോണ്ട് കമ്മ്യൂണിസം. അതാണ് ഈ റോയുടെ